ഒരു കാടൻ മാനിറച്ചി സ്റ്റ്യൂ നമ്മൾ ഹണ്ട് കഴിഞ്ഞ് പിടിച്ചിട്ടുള്ള മാനിറച്ചി കൊണ്ട് ക്ലൈഡൻ അപ്പച്ചൻ നമുക്ക് ഉണ്ടാക്കി തന്ന അതേപോലെയുള്ള ഒരു സ്റ്റ്യൂ നമ്മൾ വീട്ടിൽ റീക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ റെഡി പൂപ്പാ. നമ്മുടെ ഡെയിലി വ്ളോഗിൽ നമ്മൾ മാനിറച്ചി കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ശനിയാഴ്ച പിടിച്ച മാനാണ്. ഇന്ന് ഞായറാഴ്ചയായി, അതായത് ഏതാണ്ട് 8 ദിവസം കംപ്ലീറ്റ് ആയി മാനിറച്ചി ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ മാനിറച്ചി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കളർ ആക്ച്വലി നല്ല എന്താ പറയുക, ഓക്സിജനേറ്റഡ് ആയി. അതായത് ഇതിൻ്റെ മുകളിൽ ഓക്സിഡൈസേഷൻ സംഭവിച്ചു. അപ്പോൾ നല്ല ചുമന്ന കളറെല്ലാം പോയിട്ട് കറുത്ത കളറായി തുടങ്ങിയിട്ടാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്നുള്ളത്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ അടിവശം കുറച്ച് മോയിസ്റ്റ് ഉണ്ട്. ബട്ട് മോൾ വശം ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ള കാറ്റടിച്ച് കംപ്ലീറ്റ്ലി ഡ്രൈ ആണ്. അപ്പോൾ ഈ ഓട്ട കണ്ട, ആ ഓട്ടയൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. പിന്നെ 1-2 മാനിൻ്റെ മുടിയെല്ലാം ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഞാൻ ഇനി ഈ പീസ് എടുത്തിട്ട് ഇതിൽ വെക്കട്ടാ. ഇത് ആക്ച്വലി നമ്മുടെ അതിൻ്റെ ബാക്ക് ലെഗിൻ്റെ അവിടുത്തെ റമ്പിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാട്ടോ. അതല്ലാണ്ട് ടെൻഡർ ലോയിനൊന്നുമല്ല. ഇത് ബാക്ക് സ്ട്രൈപ്പാണ്. ഗോൾഡയുടെ ഒരു കൂട്ടുകാരി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ കൊടുത്തയച്ചു. അതുണ്ടായത് ശരിക്കും പകുതി അവർ കൊണ്ടുപോയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പീസ് കണ്ടില്ലേ, ഈ പീസിൻ്റെ മുകളിൽ ഈ പുറത്തിരിക്കുന്ന സ്കിന്ന് ഇത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു സ്റ്റിർ ഫ്രൈ പോലെ ചെയ്യാനാണെന്ന് വെച്ചെങ്കിൽ ആ സ്കിന്ന് അത്ര നല്ലതല്ല. സ്റ്റ്യൂവിൽ അത് വലിയ കാര്യമായിട്ട് ബാധിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഉണക്കിറച്ചിയൊക്കെ കറി വെച്ച് കഴിച്ച ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ യു തിങ്ക് ആ ഒരു ഉണങ്ങിയ ഭാഗം കളയണം എന്നുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഷീനുമൊക്കെ അതിലുണ്ട് വെച്ചെങ്കിൽ പൊക്കോളും. നീ കാണാൻ പറ്റില്ല. ലുക്ക് അറ്റ് ദിസ്. ഇപ്പോൾ നോക്കിയേ, ഈ പീസ് നോക്കിയേ നിങ്ങൾ, എന്ത് പീസാന്ന് നോക്കിയേ. ഞാൻ ഈ തുണ്ട് പീസൊന്നും കളയണില്ല കേട്ടോ. ഐം ഗോണ യൂസ് എവറിത്തിങ് എക്സെപ്റ്റ് ഈ റിൻറ്റ് ഞാൻ കളയുന്നുണ്ട്. നമുക്ക് ഇതിന്നേ ഇതിപ്പോൾ ബാക്ക് സ്ട്രാപ്പ് ആണല്ലോ, ഒരു ടെൻഡർ ലോയും പോലെ ഒരു പച്ചയ്ക്ക് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കി വെക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫ്ലേവർ പ്രൊഫൈലിൽ നിന്ന്. അതിനേക്കാൾ മുന്നേ തോന്നുന്നു മണത്ത് നോക്കും കൂടെ വേണം. ഇത് ഞാൻ കളയാട്ടാ. ഷിനുവിനെ ഞാൻ കളഞ്ഞു. ഓ, അലുവ കൊണ്ടിരിക്കണം കേട്ടോ, അലുവ. ഗോൾഡ് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നാൽ കുഴപ്പമുണ്ടോ. നിന്റെ മൈക്കോണാണോ? നീ ഇങ്ങോട്ട് വന്നടി, നിന്നെ ഇവർക്ക് അറിയാം. ഗോൾഡനെ നിങ്ങൾക്ക് അറിയില്ല. ഒന്ന് വന്നിട്ട് നീ ഇല്ലേ? ഇത് ഗോൾഡ, എൻ്റെ ഭാര്യ ഗോൾഡ. ആ, ഷീ സെഡ് യെസ്. ഒറ്റ ഭാര്യയുള്ളൂ ഗോൾഡ, ദാറ്റ്സ് ഫോർ ഷുവർ. കാൽത്തളകൾ കൈവളകൾ കിലുകിലുങ്ങി കളിയാടിയുടെ നേരം ജിപ്പിയാണ് എൻ്റെ അമ്മ പിച്ച. ആഹാ, ഞാനിതിനെ ഡൈസാക്കട്ടെ. നല്ല അടിപൊളി ബിഗ് ഡൈസസ്. There we go. Select piece. Got couple of nice chunks, nice cubes. Like a steak അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കബാബ് സ്റ്റേക്സ് ഒക്കെ പോലെ അല്ലേ. ബ്യൂട്ടിഫുൾ പീസസ്. അധികം ചെറുതാക്കണ്ട കേട്ടോ, നമ്മൾ ലോങ് ടൈം കുക്ക് ചെയ്യണ സമയത്ത് ഇതായി പോവും. അപ്പോൾ ആരെങ്കിലും വിചാരിച്ചാ ഒരു 8 ദിവസം ഫ്രിഡ്ജിൽ മീറ്റ് ഇരിക്കുമ്പോൾ ഇത്ര നല്ല ടെൻഡറായിട്ടുള്ള എന്നാൽ ഒരു മണവും ഇല്ലാത്ത ഒരു ഇറച്ചിയുടെ പോലും മണമില്ല. അത്രയ്ക്ക് സാധാരണ വെനിസണിന് ഒരു സ്ട്രോങ്, ഇനിയിപ്പോൾ കുക്ക് ചെയ്യണ സമയത്ത് മാറുമെന്ന് അറിയില്ല. ഗോൾഡെ കൊണ്ടൊന്നും ഞാൻ മണപ്പിക്കുന്നുണ്ട്. ഗോൾഡെ ഒന്ന് വന്നിട്ട് അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് ചെയ്തതല്ലേ, നീ ഇതിലേക്കൊന്നും മണത്തെ. യൂട്യൂബിലേക്ക് മണക്കണം. അതിൻ്റെ ലോഗോ ഇട്ടിട്ട് വേണം മണക്കാൻ, യൂട്യൂബിൻ്റെ ലോഗോ. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ലെറ്റ്സ് ട്രൈ സം റോ. ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സം സോൾട്ട്. ബാക്ക് സ്ട്രാപ്പ് ആകുമ്പോൾ നല്ല സിംപ്ലി ബ്യൂട്ടിഫുള്ളി മെൽറ്റഡ്. ഈ ബാക്ക് സ്ട്രാപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത്.
അതായത് നോക്കിയേ, ഇതിൻ്റെ ഇടയിൽ ഒരു ഷിനോ ഒരു സാധനമോ ടെൻഡൻസോ ഒന്നുമില്ല എന്ന് മാത്രം തരി ഫാറ്റ് പോലും ഇല്ല. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനർജിക്ക് ഒരു ടേസ്റ്റ് ഇല്ലത്. ദർ ഇസ് നോ ഫാറ്റ് അറ്റ് ഓൾ, നോ സ്മെൽ അറ്റ് ഓൾ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇതിൻ്റെ ഒരു മസിൽ ഫൈബറിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കണ്ട ഇങ്ങനെ കത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞിട്ടേ ലുക്ക്, ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബെസ്റ്റ് ടാർട്ടിയർ യു ക്യാൻ മേക്ക് ഔട്ട് ഓഫ്. കൈ കൊണ്ട് അരച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അത്രയും മീറ്റ്. അത് നോക്കിയോട്ടാ, ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നോക്കിയോ ഈ മീറ്റ് അലിഞ്ഞു പോണ്. നോക്കിയേ, കണ്ടാ, അത്രയും സൂപ്പർ ടെൻഡർ, നോ റഫ്നെസ്, ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് വൈ ഐ ആം സേയിങ് ലോങ് ടൈം വൈ ഏജിങ്, അല്ലെങ്കിൽ നമ്മൾ മീറ്റിനെ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്ത മീറ്റ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ എന്നും പറയണത്. പ്ലീസ് സ്മെൽ ഇറ്റ് ഗോൾഡ. ഞാനൊരു റോ പീസ് ഗോൾഡിക്കും കൊടുത്തു നോക്കാം. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ചത്താ നമുക്ക് കുഴപ്പമില്ലേ, ഒരാളെങ്കിലും വേണ്ടേ? അതെ, അത് ശരിയാ. ഫുഡ് പോയ്സൺ വേണ്ട മോനെ എനിക്ക്. നീ ഇത് നോക്കിക്കതാ, നീ ഇത് കണ്ടിട്ട് റോസ് പോലെ ഇരിക്കുന്നു. ആ, നീ ഇതിന് ആദ്യം മണത്ത് നോക്കിയേ, ആദ്യം ഇങ്ങനെ മണമൊന്നുമില്ല. ഇപ്പൊ ഒരു മണം തോന്നുന്നുണ്ടല്ലോ. നേരത്തെ സ്കിന്നിന്റെ ഈ ഭാഗത്ത് മണം ഉണ്ടാവും. ഉണ്ടോ? പാക സംശയായി തിന്നാൻ കൊടുക്കാൻ പോയപ്പോ അതുണ്ടായത് കണ്ടില്ലേ. യു സെൻസറി ഓർഗൻസ് ആർ വർക്കിംഗ് നൗ. നീ എന്തിന് ഇത്ര മാത്രം അടയ്ക്കണേ? നീ കഴിച്ചേരുന്നതാണല്ലോ. ഉപ്പുത എവിടെയുണ്ട്? ഇതിൽ മുക്കിക്കോ. ബ്യൂട്ടിഫുൾ ചോപ്പിംഗ് ബോർഡ് and lots of flavor in the chopping board itself. We never washed. Never. ഒന്നുമില്ല, എന്നാലും എന്തോ ഒരു ബുദ്ധിമുട്ട്. ആ, മാനാന്നൊക്കെ. സ്മെൽ ഇറ്റ് നൗ. പമ്മാണം വന്നോ തുപ്പാൻ പോവാ. Yeah, this thing. That's okay. You don't need to eat it. സാമൺ ഫിഷ് ആണെങ്കിൽ കഴിക്കും, ബീഫ് ആണെങ്കിൽ കഴിക്കും. മാനാന്ന് കേട്ടപ്പോ പേടി. Okay, you got nice, beautiful. That's all good. ഇനി ഞാൻ ഈ മീറ്റിൻ്റെ ഭംഗിയും കൂടി ഒന്ന് കാണിക്കാം. ഞാൻ നമ്മുടെ ഓസ്മോ പോക്കറ്റിൽ അങ്ങനെ അതിനെ പതുക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി യു ഗെറ്റ് എ നൈസ് സിനിമാറ്റിക് വ്യൂ. നൈസ് ആൻഡ് സ്മൂത്ത്, ബ്യൂട്ടിഫുൾ കോഴിക്കോടൻ അളുവ കൈൻഡ് ഓഫ് എ പീസ്. നല്ല നൈസ് ചങ്ക്സ്, നൈസ് ക്യൂബ്സ്. ഇറ്റ്സ് ഡൺ. സോ കുറച്ച് നമ്മൾ പ്രോസസ് ചെയ്ത മീറ്റിൻ്റെ ഒരു ഭാഗം, ഐ നോ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഓഫ് എ ലാഗിങ് ഫോർ യു ഗൈസ്, ബട്ട് you need to understand, you need to put it in your head all the time, the processing, how the processing makes meat so perfect and beautiful and nice. And I spend my whole life to educate people how to process your meat. Okay, look, നമ്മുടെ വെജിറ്റബിൾസ് കേട്ടോ, നമ്മുടെ ചെറിയ ഉള്ളിൽ ഇതൊരു കാർഡൻ സ്റ്റൈലാണ്. അതായത് ഞാൻ അതിൻ്റെ ആ ഡിഷിൻ്റെ പേര് മറന്നുപോയി. പണ്ട് ഫ്രാൻസിലും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ അവിടെ ഉണ്ട്. നമ്മൾ കള്ളിനറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ കാണാതെ പോയതാണ്. ഫ്രഞ്ച് പുട്ട് എന്ത് പറഞ്ഞു? ബി ലൗഡ് ആൻഡ് ക്ലിയർ മൈ. യു സെഡ് കള്ളിനറിയിലായിരിക്കും. കള്ളിനറി കളിന്ന് കേട്ട അപ്പൊ നീ ഇതുള്ള ഓർക്കുക. അതാ ഓക്കെ. സോ കള്ളിനറി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു കാർഡൻ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ്. എന്നാൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന വൈൽഡ് സാധനങ്ങൾ അതുപോലെ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ വെച്ചിട്ട് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ബട്ടൺ മഷ്റൂംസ്, ഉള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതായത് സബോള, ആ സബോള പീൽ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഞെട്ടും കുട്ടൊന്നും കളയാണ്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നേരം സ്ലോ കുക്ക് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവില്ല. ദെൻ യു ഗോട്ട് കപ്പിൾ ഓഫ് നൈസ് ബട്ടൺ മഷ്റൂംസ്. ഞാൻ പോത്തബല്ലോ വൈൽഡ് മഷ്റൂംസ് നോക്കി കിട്ടിയില്ല ഇന്ന് ഫ്രഷ്, സോ ഐ എം യൂസിങ് ദിസ് ബട്ടൺ മഷ്റൂംസ്. പിന്നെ ഒരു ക്യാരറ്റ്, ഇത് നമ്മുടെ ക്ലൈഡനപ്പച്ചൻ ഇട്ടിരുന്നു, അതുകൊണ്ട് എടുത്തതാണ്. മുഴുവൻ ഗാർലിക്ക്, അങ്ങനെ റോസ്മെരി, ഉരുളക്കിഴങ്ങ് നമുക്ക് അവസാനം ചേർക്കാം. അപ്പച്ചൻ മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റോസ്മേരി എൻ്റെ കൂട്ടുകാരി തന്നു. ആ, റോസ്മേരി ഇവളുടെ കൂട്ടുകാരി. നൗ ക്യാരറ്റിൻ്റെ കൂടെ എന്താ പറയുക, പീൽ ദ ക്യാരറ്റ് അഗെയിൻ ഇസ് ജംഗിൾ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനു മുന്നേ ക്യാരറ്റ് എങ്ങനെ സ്റ്റ്യൂവിന് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യണം എന്നുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇങ്ങനെ ക്യാരറ്റ് എടുക്കുക, ഇത് ക്രോസ് കട്ട് ചെയ്യുക, ഇങ്ങനെ കണ്ടാ. ഒരുപാട് ക്യാരറ്റ് ഇടുന്നില്ല, നമ്മുടെ സ്റ്റ്യൂ ബിക്കം മോർ മുഷി ആൻഡ് എന്താ പറയുക, ഭയങ്കര സ്വീറ്റ് ആയി പോവും. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മീറ്റിനെ ഒന്ന് ഡസ്റ്റ് ചെയ്യണം.
ഇത് നമ്മുടെ മീറ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പർ, ഇനി നമ്മുടെ ഫ്ലവർ മൈദ ഒരു ലേശം. ഈ മൈദ അതിനൊരു തിക്നെസ് കൊടുക്കും സ്റ്റ്യൂ വെന്ത് വരുമ്പോഴേ. ദെൻ യു ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഡസ്റ്റ്. ഗുഡ് ഗുഡ് ഗോൾഡ ഇറ്റ്സ് നൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊന്ന് ബ്രൗൺ ചെയ്യണം. ഇത് മേടിച്ചപ്പോൾ പിന്നെ ഗോൾഡിക്ക് ഇപ്പൊ സന്തോഷമായി. മാക്സിമം എങ്ങനെ പണി കുറയ്ക്കാന്ന് ആലോചിച്ചിട്ട് ഗോൾഡ് ആദ്യമായിട്ട് ഇതിലെടുക്കണം. അതെടുത്ത് കൊടങ്ങി പൊട്ടിക്കണ്ട, നാളെ ഹണ്ടിയാളാണ് അതുകൊണ്ട് പറ്റും. ഇതെന്ത് താഴോട്ട് പോകാത്ത ഇതിന്റെ ഫോക്കസ്? അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ട് സൂമിൻ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ ഞെക്കിയ സൂമായി. എന്നിട്ട് ഫോയും ഇങ്ങോട്ട് താത്തിയ വരും. അത് പതുക്കെ താത്തിയ പതുക്കെ വരും. സമാധാനം ഇല്ല. അതന്നെ നിന്നെ ഉന്തി ഉന്തിട്ടാണ് ഇപ്പൊ അറ്റ്ലീസ്റ്റ് 42 വയസ്സ് വരെ എത്തിയത്. ഞാൻ ഇനി മീറ്റ് വെക്കട്ടെ? വെക്കത് ഓ വെച്ചു. എന്താവോ മോന്റെ അത്രയും മോശം വീഡിയോ ഞാൻ എടുക്കില്ല. പോരെ. ഓക്കെ, ഇനി ഇതൊന്ന് ബ്രൗൺ ആവട്ടെ കേട്ടോ. ഒരു ലേശം എണ്ണ നമുക്ക് ഇടയിൽ ഒഴിച്ചു കൊടുക്കാം. ഗീ, കണ്ട നല്ല സൂപ്പർ ബ്രൗൺ ആയി വരുന്നുണ്ടോ? അപ്പം നമ്മുടെ പാൻ നല്ല സീസണായി, അതാണ് അടിയിൽ പിടിക്കാത്തത്. ഇതേ ഇപ്പം നമ്മൾ ഡിസൈഡ് കളറായി. ഓക്കെ, നല്ല ബ്രൗൺ ആയി ആൻഡ് ഇറ്റ്സ് ഡൺ. നമുക്ക് ടേക്ക്. ഇതേ പോണു നമ്മുടെ മാനിറച്ചി. ഓക്കെ, ഡൺ, ബ്യൂട്ടിഫുൾ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ സെയിം പാനിനെ ഒന്ന് ഗ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, റോസ്മെരി ഓൾ ഗോയിങ് ഇൻ. ചട്ടി കണ്ട കരിഞ്ഞ്. പാൻ നല്ല ചൂടാണെന്ന് വെച്ചെങ്കിൽ കേഫ് വൈൻ ഒഴിക്കുമ്പോൾ തീ പിടിക്കും. ഇവിടെ തീ പിടിച്ചാൽ വീട് കത്തും. അത് കാരണം ഞാൻ തീ ഓഫ് ചെയ്യാണ്, എന്നിട്ടാണ് വൈൻ ഒഴിക്കുന്നത് കേട്ടോ. ദ പ്രോസസ് കോൾഡ് ഗ്ലേസിങ്. ഇനി നമ്മുടെ നേരത്തെ ബാക്കി വന്ന കുറച്ച് ട്രിമ്മിങ്സ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കൂടി ഞാനിതിലിട്ടു. മീൻ ടൈം ഞാൻ നമ്മുടെ മഷ്റൂം മാനിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റ്സ്, നമ്മുടെ ഗ്ലേസ്ഡ് അനിയൻസും വെളുത്തുള്ളിയൊക്കെ വൈൻ റെഡ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട. ആൻഡ് യു ഗെറ്റ് ദാറ്റ് നൈസ് അരോമ. വൈൻ്റെ നല്ല മണം ഇവിടെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മീറ്റിലേക്ക് ഞാനത് പോർ ചെയ്യാൻ പോവാണ് കേട്ടോ. ലുക്ക് വൈൽഡ് നൗ. നമ്മളൊരു സാധനത്തിൽ റിയൽ മിസ്സിംഗ് ഉണ്ട്. എന്താണ്? ദർ ഈസ് നോ ഓയിൽ, നോ ഫാറ്റ്, നോ ബട്ടർ, സ്പെഷ്യലി മാനിറച്ചി. സോ യു നീഡ് ടു ആഡ് പ്ലെന്റി ബട്ടർ ടു മേക്ക് ഇറ്റ് മോർ ഫ്ലേവർഫുൾ ആൻഡ് ടേസ്റ്റി. മേക്ക് ഷുവർ യു പുട്ട് ഇനഫ് സോൾട്ട്. പിന്നെ സോൾട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആണെങ്കിലും ബാലൻസ് ചെയ്യാം കേട്ടോ. സം പെപ്പർ, gets bay leaves. Another wonderful ingredient which is bay leaves, couple of them. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് just to cover the meat. Look what a colorful. ശരിക്കും ഒരു കുഞ്ഞൊരു കാട് പോലെ തന്നെ ഇല്ലേ ഇത്? ഇല്ലേ? ഓക്കെ, ഡൺ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 130 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇപ്പം സമയം ഏതാണ്ട് 12 മണി ആയിട്ടുണ്ട്. വൈകുന്നേരം 5:30 വരെ 5:30 മണിക്കൂർ നേരം ഓവൻ്റെ ഉള്ളിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് ഒരു പോട്ടിൽ വെച്ചിട്ട് ഫുൾ സിമ്മറിൽ 4 മണിക്കൂർ ഇങ്ങനെ പതുക്കുക. അതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിൽ വെള്ളം വറ്റി പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ വി വിൽ സീ യു അറ്റ് 5:30 അല്ലെങ്കിൽ 6 o'clock. ദേ ഇപ്പം ഏതാണ്ട് 6 മണിക്കൂർ നേരത്തെ സ്ലോ കുക്കിങ്ങിന് ശേഷം നമ്മുടെ മാൻ കറി അല്ലെങ്കിൽ മാൻ സ്റ്റ്യൂ, വൈൽഡ് മാൻ സ്റ്റ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ല തിക്കായിട്ട് സൂപ്പറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3/4 വേവായപ്പോൾ നമ്മൾ രാവിലെ കാട്ടി തന്ന 2 ഉരുളക്കിഴങ്ങില്ലേ,
അതിനെ തൊലിയോടക്കനെ അരിഞ്ഞിട്ട് ഇതിൽ ചേർത്തു. എന്നിട്ട് വീണ്ടും ഒരു 1.5 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തപ്പോഴാണ് ഈ വളരെ തിക്കായിട്ടുള്ള നമ്മുടെ സ്റ്റ്യൂ വന്നിട്ടുള്ളത്. ക്ലൈഡൻ അപ്പച്ചറ്റിൻ്റെ കറി കുറച്ചുകൂടിയും ഡാർക്കായിരുന്നു. പുള്ളി സോയ സോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആഡ് ചെയ്യുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉള്ളി ഒരുവിധം നല്ല അതേ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് മേഷായിട്ടുണ്ട്. മഷ്റൂം, ബട്ടൺ മഷ്റൂം അതുപോലെ തന്നെ കുപ്പിയിലുള്ള മഷ്റൂം പോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ മാൻ നോക്കിയേ, മാൻ ശരിക്ക് കോഴിക്കോടൻ അലുവ പോലെ. ഇതാണ് ഈ നെയ്യില്ലാത്ത ഇറച്ചിയുടെ കുഴപ്പം. നല്ല എന്താ പറയുക, കട്ട്ലേറ്റിനൊക്കെ അടിപൊളി അതേപോലെ വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് കുക്ക്ഡ് പെർഫെക്റ്റ്ലി. നോക്കിയേ, സ്മെൽസ് ഗുഡ്. നല്ല റെഡ് വൈൻ്റെ മണം വരുന്നുണ്ട്. ആൻഡ് സോ ഗുഡ്. നൗ ടൈം ടു ടേസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ കുബൂസ് ബ്രെഡ് ഇല്ലേ, അല്ലെങ്കിൽ പീറ്റ ബ്രെഡ്, അത് ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം, ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് കഴിയുക അല്ലേ. ഓക്കെ, ഐ മേ പുട്ട് ഇറ്റ് ഇൻ എ പ്ലേറ്റ്. ഇറ്റ്സ് വെരി വൈൽഡ്. സം അനിയൻസ്. വാ. മഷ്റൂം ഗ്യാസ് ഉള്ള ആൾക്കാർ മഷ്റൂം ആഡ് ചെയ്യണ്ട വെച്ചെങ്കിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രീൻ വേണം വെച്ചെങ്കിൽ ഇതിൽ നമുക്ക് നമ്മുടെ പാഴ്സലി ചേർക്കാം. ആൻഡ് ലുക്ക് അറ്റ് ദ ബ്രെഡ്. ഓക്കെ, ബ്യൂട്ടിഫുൾ കുബൂസ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്, വീറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഗെറ്റ് എ നൈസ് സ്റ്റ്യൂ ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. കാൻ ബീറ്റ് ക്ലൈഡൻ അപ്പച്ചൻസ് വൺ. കാരണം അപ്പച്ചൻ 1 മാസം മുന്നേ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്ത് അവിടെ വെച്ചിട്ട് റീഹീറ്റ് ചെയ്തതാണ്. ഓക്കെ, വീഡിയോ നോക്കിയേ, കുക്ക്ഡ് പെർഫെക്റ്റ്. ഒറ്റ മീറ്റിൻ്റെ ഇടയിൽ പോലും ഒരു തരി നോക്കിയേ, ഇത്ര വെന്തിട്ടുണ്ട്. പക്ഷേ നോ ഫാറ്റ് അറ്റ് ഓൾ. നോ ഗോൾഡാ, കമോ. ഒരു ലേശം ഉപ്പാവാന്നാണ് എനിക്ക് തോന്നുന്നത്. ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ടേസ്റ്റിംഗ്. ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റ്. യോ, പിന്നെ സോൾട്ട് ഇല്ല, എനിക്ക് ഇപ്പൊ കുഴപ്പം തോന്നുന്നില്ല. എനിക്കറിയാത്, അതാ ഞാൻ അത് പരീക്ഷിക്കാനാ പറഞ്ഞേ. എനിക്ക് തോന്നിയില്ല. ഹലോ, അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയപ്പോ തന്നെ പറഞ്ഞ ഫീമെയിൽ ഫ്രം വീനസ്, വി ആർ ഫ്രം മാർസ് അല്ലേ. How is it broccoli? നിക്ക്, ഒന്നും നല്ലതാണ്. കാരണം എനിക്ക് സാധാരണ ഇവിടുത്തെ സ്റ്റൂ എന്ന് പറഞ്ഞ സാധനം എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. എനിക്ക് ഇവിടുത്തെ സ്റ്റൂ ശരിക്കും ഇഷ്ടമാണ്. എനിക്ക് നാട്ടിലത്തെ ഇഷ്ടം. I make a nice mutton stew for you. Then you let me know. Yeah. എനിക്ക് നാട്ടിലത്തെ സ്റ്റൂ ഇഷ്ടം. ഇവിടുത്തേത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിനെന്തോ ഒരു വേറെ ഒരു ടേസ്റ്റ് വരാറുണ്ട്. എന്ത് ടേസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിന് നല്ല വൈൻ്റെയും അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റ്. ഉള്ളി ടേസ്റ്റ് സോ ഗുഡ്. ഉള്ളി കഴിച്ചാ? ആ, മഷ്റൂമും കഴിച്ചു. നല്ല മഷ്റൂം. പിന്നെ അല്ലാതെ ഇനി നമുക്ക് നമ്മുടെ എയർക്ക് കൊടുത്തേക്കാം. എയർ ലവ് പൊട്ടേറ്റോസ് നോട്ടാ മോനെ കിട്ടുന്നു. സോ എനിക്ക് എൻ്റെ നോട്ടായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കാട്ടിൽ നിന്ന് ഒരു മാനിനെ പിടിക്കുന്നു, മാനിന്റെ ഫുഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മീറ്റ് മേടിച്ചു കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗമാണ് ശരിക്കും ഈ മീറ്റിന്റെ ആ ഗെയിമിനെസ് കുറച്ചെങ്കിലും കുറയ്ക്കുന്നതും. കാരണം കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ഈ പുറത്തേക്ക് ഒരു ഹണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മീറ്റിന്റെ ഗെയിമിനെസ് കളയാൻ എന്താ വേണ്ടേ? നമ്മൾ സാധാരണ മഞ്ഞപ്പൊടി മസാലയൊക്കെ ഇടുകയാണ്. നോ, യു റെസ്റ്റ് ദം. കുറച്ച് മണം പോയി കിട്ടും. നോ കട. അപ്പോ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. കാരണം മീറ്റ് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാം. സോ ലേൺ, ട്രെയിൻ വെൽ, ദെൻ ഡു. സോ ഓവറോൾ ഔട്ട് ഓഫ് 10. പിന്നെ നീ വേഗം. എനിക്കിത് ഇഷ്ടം. സാധാരണ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഇന്ന് ഇഷ്ടമായത് കൊണ്ടും 10 തന്നെ കൊടുക്കും ഞാൻ. യൂഷ്വലി എനിക്ക് എന്തോ അതിനകത്ത് എന്തോ ഒരു മോനെ മേത്തൂടെ പറ്റിച്ചു കഴിഞ്ഞാൽ മോനെ കിട്ടും. എയർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എയർ ഗെയിമികളാ. ഓക്കെ, സോ എൻഡ് ഓഫ് ഇറ്റ്.
താങ്ക് യു ക്ലൈറ്റൻ വൺസ് അഗെയിൻ ഈ റെസിപ്പി കാണിച്ചു തന്നതിന്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നതിന്. ഐ ട്രൈ ടു എനിക്ക് വേണം റീമേക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാൻ. ബൈ ഫോർ നോ, ബൈ ബൈ.